ഓക്കെ, എങ്ങനെയാണ് സേവ് ആപ്പ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അതേപോലെ ഒരു ഫാമിലി യൂസർ ആവുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണ്, സേവ് ആപ്പ്. അപ്പൊ സേവ് ആപ്പ് നമ്മൾ വാങ്ങിക്കുകയാണ്, ഒരു വൺ ടൈം പർച്ചേസ് ചെയ്യാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കാം. ഓക്കെ, ഇതില് റൈറ്റ് സൈഡിൽ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി പർച്ചേസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഒരു ചക്രം കാണുന്നു, അതിമ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പർച്ചേസ് ഓർ റിന്യൂവൽ എന്ന് കാണിക്കുന്നു. അതിൽ ആ പർച്ചേസിന്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത ഡേറ്റ് ഒക്കെ കാണിക്കും, 6/8/2024. ഓക്കെ, ഇന്ന് രജിസ്ട്രേഷൻ ചെയ്തു. ഇത് നമുക്ക് ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ഫുള്ളായിട്ടുള്ള, അഥവാ 16ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് 28 ദിവസം ഉപയോഗിച്ച് നോക്കാം. എന്നിട്ട് നല്ലതാണ് എന്ന് തോന്നിയാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പർച്ചേസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതോടെ പർച്ചേസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട് കാണിക്കും, പേയ്മെന്റ് കണ്ടോ, 3999 നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന് വരുന്ന എമൗണ്ട്. GST അടക്കം കാണിക്കുന്നു. ഓക്കെ, 4719. കൺഫേം ബട്ടൺ കൊടുക്കുക. കൺഫേം ബട്ടൺ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പേജാണ് വരുന്നത്. ഈ പേജ് വന്നാൽ ഏത് ID ആണോ ആക്ടിവേഷൻ ചെയ്യേണ്ടത്, ആ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പർ അല്ലെങ്കിൽ ID നമ്പർ അവിടെ കൊടുക്കുക. ഇപ്പൊ ഞാൻ ഒരു ID നമ്പർ കൊടുക്കുകയാണ്, 93 73 78 94 5. ഇതൊരു ID നമ്പറാണ്. എന്നിട്ട് കൺഫേം ബട്ടൺ കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണിക്കും സേവ് ആപ്പ്, GST അടക്കമുള്ള എമൗണ്ട്, ഓർഡർ ID. അത് കഴിഞ്ഞിട്ട് ആരുടെ പേരിലാണോ ഇത് അവരുടെ ഫോൺ നമ്പർ ഉണ്ടാകും, ID നമ്പർ, മെയിൽ ID, സ്റ്റേറ്റ്, കൺട്രി, ഇതൊക്കെ കൊടുത്ത് നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. ഏതെങ്കിലും ഒരു അഡ്രസ്സ് അവിടെ കൊടുക്കുക പർച്ചേസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഡിസ്ട്രിക്ട്, പിൻകോഡ്, എന്നിട്ട് ചെക്ക്ഔട്ട്. ചെക്ക്ഔട്ട് കൊടുത്താൽ നമ്മുടെ പേയ്മെന്റ് ഇൻഫർമേഷൻ വരും. വന്നതിന് ശേഷം ഇവിടെ UPI, ഏറ്റവും ലാസ്റ്റിൽ കാണാൻ UPI, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഏത് അക്കൗണ്ടിൽ നിന്ന്, ഏതിൽ നിന്നാണോ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് അതിന്റെ UPI, ഗൂഗിൾ പേ ആവാം, അല്ലെങ്കിൽ ഫോൺ പേ, PayTM, അതിന്റെ UPI ID ആണ് കൊടുക്കേണ്ടത്. ഇവിടെ കാണിക്കുന്നു പേ ത്രൂ UPI ID. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ UPI ID കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ എന്റെ UPI ID കൊടുത്തു. എന്നിട്ട് ഗ്രീൻ കളറിൽ മേക്ക് പേയ്മെന്റ് കാണിക്കുന്നു, ആദ്യമേ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് വരും. ഈ ഒരു ടൈമിൽ തന്നെ മുകളിൽ കണ്ടോ, സ്ക്രീനിൽ നമുക്കൊരു മെസ്സേജ് വന്നു, ഗൂഗിൾ പേയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പേയ്മെന്റ് റിക്വസ്റ്റ് ആണ്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് പോയതല്ല, അവിടെ കാണിക്കുന്നുണ്ട് പേയ്മെന്റ് റിക്വസ്റ്റ് എന്നുള്ളത്. നമ്മൾ നേരെ നമ്മുടെ ഗൂഗിളിൽ വന്ന്, നമ്മുടെ ഗൂഗിൾ പേയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണിക്കും പേയ്മെന്റ് 4718.82. ആ ബ്ലൂ കളറിൽ ആദ്യം ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് വീണ്ടും സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷന്റെ ആ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ഈ പേയ്മെന്റ് അയച്ചു കൊടുക്കുക. നമ്മൾ ഗൂഗിൾ പേയുടെ പാസ്വേഡ് കൊടുക്കുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് സെഞ്ചുറി ഗേറ്റിലേക്ക് പോയി. അതിനുശേഷം ഈ ടൈമിംഗ് കാണിക്കുന്ന അവിടെ നമുക്ക് ആക്ടിവേഷൻ എന്നുള്ള മെസ്സേജ് വരും. ഇങ്ങനെയാണ് ഒരു ID അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്.
ഇത് ഇപ്പോ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് വാങ്ങിക്കാം, സേവ് ആപ്പിലൂടെ വാങ്ങിക്കാം. ഇത് കൂടാതെ നമ്മുടെ ബിസിനസ് സൈറ്റ് മൈ സേവിങ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ ഇതിൽ മെസ്സേജ് വന്നു ആക്ടിവേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ID ആക്ടിവേഷൻ ചെയ്തു. ഇതെങ്ങനെ ആക്ടിവേഷൻ ചെയ്തത്? നമ്മുടെ സേവ് ആപ്പിലൂടെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. നമ്മുടെ ബിസിനസ് ആയിട്ട് മൈ സേവിങ് ഡോട്ട് ഇൻ, എന്താണ് മൈ സേവിങ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് വാങ്ങിക്കാം. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബിസിനസ് ആയിട്ട് ഓപ്പൺ ചെയ്യാം. ബിസിനസ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഒരു റെഡ് ലൈന് പോകുന്നത് കണ്ടോ, യുവർ ഫിനാൻഷ്യൽ ഫ്രീഡം. അതിൽ ഒന്ന് അങ്ങ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്താലും നമ്മുടെ ഈ ഒരു പർച്ചേസ് ഭാഗത്ത് എത്താൻ പറ്റും. അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഏത് ID ആണോ ആക്ടിവേഷൻ ചെയ്യേണ്ടത് ആ ID നമ്പർ കൊടുക്കുക. ഇപ്പോ 50 83 50 83 0 50 83 0 76 34 ഒരു ID നമ്പർ കൊടുത്തു, കൺഫേം ബട്ടൺ കൊടുത്തു. അപ്പോൾ ആപ്ലിക്കേഷന്റെ മൈ സേവ് ആപ്പ് വന്നു, പ്രൈസ്, എല്ലാ ഡീറ്റെയിൽസും വന്നു. നമ്മൾ നമ്മുടെ അഡ്രസ് കൊടുക്കുക, എന്നിട്ട് കൺഫേം ചെക്ക് ഔട്ട് കൊടുക്കുന്നു. ചെക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പേജ് പേയ്മെന്റ് ഇൻഫർമേഷൻ വരും. ഇവിടെ UPI സെലക്ട് ചെയ്യാം. UPI സെലക്ട് ചെയ്തിട്ട് പേ ത്രൂ UPI ഐഡിയുടെ അവിടെ നമ്മുടെ UPI ID കൊടുക്കുക. കൊടുത്ത് നേരെ നമുക്ക് മേക്ക് പേയ്മെന്റ് കൊടുക്കുക. അപ്പൊ ടൈമിംഗ് വരും. ഗൂഗിൾ പേയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഇതേ ടൈമിൽ വരും. നോക്കാം, മുകളിൽ കണ്ടു. ആദ്യമേ ക്ലിക്ക് ചെയ്താലും ഓപ്പൺ ആകും. കണ്ടോ, 4718. അത് പേ ചെയ്യാം. അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് അയച്ചു കൊടുക്കുക. ഗൂഗിൾ പേയുടെ പാസ്വേഡ് കൊടുത്തു ഞാൻ. എന്റെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് പോയി. അതിനുശേഷം ആ ടൈമിംഗ് പറ്റും സക്സസ് എന്നുള്ള ഒരു മെസ്സേജ് വരും. ഇതേപോലെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് തന്നെ ഗൂഗിളിലോ അല്ലെങ്കിൽ ക്രോമിലോ പോയിട്ട് മൈ സേവ് ആപ്പ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു വ്യക്തിയുടെ രണ്ടാമത്തെ, അതൊരു ഫാമിലി പാക്കേജ് എടുക്കുന്ന വ്യക്തിക്ക് ഇപ്പോ ഫസ്റ്റ് ഒന്ന് ചെയ്തു, നമ്മൾ രണ്ടാമതൊന്ന് ചെയ്തു, ഇനി മൂന്നാമത് ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ 3 എണ്ണം ഒരുമിച്ച് ക്ലബ് ചെയ്യുമ്പോഴാണ് ഒരു ഫാമിലി യൂസർ ആകുന്നത്. അപ്പൊ ഒന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും 3 എണ്ണം ഒരു ഫാമിലി പാക്കേജ് ആണെങ്കിൽ 3 പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുക. 3 തവണ എന്ത് ചെയ്യണം, ഓരോന്നായിട്ടത് പർച്ചേസ് ചെയ്യണം. അതാണ് അതിന്റെ മെത്തേഡ്. ഓക്കെ, ആക്ടിവേറ്റഡ്. അപ്പൊ ഇതും എന്തായി, പർച്ചേസ് ആയി. ഇനി വീണ്ടും നമുക്ക് ഹോമിലേക്ക് പോകാം. വീണ്ടും നമ്മൾ പർച്ചേസ് ബട്ടൺ എടുക്കുക, അടുത്ത ഒരു നമ്പർ. അപ്പൊ ഇന്നത്തെ ദിവസം ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. കാരണം എന്താ, 3 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, 3 ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുന്നത് ലൈവായിട്ട് കാണിക്കുകയാണ്. ഇൻഫർമേഷൻ വന്നു, നമ്മൾ അഡ്രസ് കൊടുത്തു, ചെക്ക് ഔട്ട് കൊടുത്തു, പേയ്മെന്റ് ഇൻഫർമേഷൻ വന്നു, UPI സെലക്ട് ചെയ്തു. അതിനുശേഷം പേ ത്രൂ UPI ഐഡിയുടെ അവിടെ നമ്മുടെ UPI ID കൊടുത്തു, മേക്ക് പേയ്മെന്റ്. അത് വന്നാൽ നമ്മൾ ഏതിന്റെ UPI ID ആണ് കൊടുത്തത് അതിലേക്ക് മെസ്സേജ് വന്നു, ക്ലിക്ക് ചെയ്യുന്നു, പേയ്മെന്റ് ഇവിടെ കാണിക്കുന്നു, പേ ചെയ്യുന്നു. ഓക്കെ, GPayയുടെ പാസ്വേഡ് കൊടുത്തു, പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അഗെയിൻ ഇവിടെ ഈ ടൈമിംഗ് കാണിക്കുന്ന അവിടെ നമുക്ക് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് വരും. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം.
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ടീമിന്റെ ഒക്കെ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഓരോരുത്തർക്കും അവർക്ക് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനുള്ളിലുണ്ട്. നമുക്ക് ഒന്നുകിൽ മൈ സേവിങ് ഡോട്ട് ഇനിൽ പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൈ സേവ് ആപ്പ് ഡോട്ട് കോമിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഓരോ ആപ്ലിക്കേഷനും അതാത് ആപ്പിൽ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 3 ആപ്ലിക്കേഷൻ ഒരുമിച്ച് വാങ്ങിക്കുന്ന വ്യക്തിയാണ് എന്ത് ഫാമിലി യൂസറിലേക്ക് കടക്കുന്നത്. അത് ഇന്നത്തെ പ്ലാനിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. അതുകൂടാതെ ഒരെണ്ണം വാങ്ങിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആക്റ്റീവ് യൂസർ. ഇനിയല്ല ഇതൊന്നും പർച്ചേസ് ചെയ്യാതെ വരുന്ന വ്യക്തിയാണെങ്കിലോ ഫ്രീ യൂസർ. ഇത് ആക്ടിവേഷൻ ചെയ്തില്ലെങ്കിലും പർച്ചേസ് ചെയ്തില്ലെങ്കിലും ഫ്രീ യൂസർ ആയിട്ടും ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ ആക്റ്റീവ് യൂസർ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ച് ബിസിനസ് ചെയ്യാം, അതല്ലെങ്കിൽ 3 എണ്ണം വാങ്ങിച്ച് ബിസിനസ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 3 എണ്ണം പർച്ചേസ് ചെയ്തു അല്ലെ. ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു ഫാമിലി പാക്കേജിന്റെ ആ ക്യൂയിലേക്ക് എൻട്രി ആകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഒരു ഫാമിലി യൂസറിലേക്ക് കടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പൊ നമ്മുടെ ബിസിനസ് സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഞാൻ ഇപ്പൊ ആക്ടിവേഷൻ ചെയ്ത ആളുടെ ഫസ്റ്റ് ID ഓപ്പൺ ചെയ്യാണ്. ഫസ്റ്റ് ID 94 47 94 47 35 81 35 81 94 94. നെക്സ്റ്റ് പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, MALEKUNNEL. ഓക്കെ, പാസ്വേഡ് കൊടുത്തു. ബിസിനസ് ആയിട്ട് ഓപ്പൺ ആയി. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ കാണാൻ നമുക്ക് റൈറ്റ് ഒന്ന് ലെഫ്റ്റിലൊന്ന് ആക്ടിവേഷൻ ചെയ്തു. ഇതിന്റെ നേരെ താഴത്തേക്ക് പോയാൽ ഏറ്റവും ലാസ്റ്റിലേക്ക് അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും സ്മാർട്ട് SBO. ഇതൊരു സിംഗിൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരില്ല കേട്ടോ. 3 എണ്ണം ചെയ്താൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. അപ്പൊ സ്മാർട്ട് SBO എന്ന് കാണിക്കുന്ന അതിമ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും. കണ്ടോ, 3 എണ്ണം പർച്ചേസ് ചെയ്തത് കാണിക്കുന്നു. MD മത്തായി 3 എണ്ണം പർച്ചേസ് ചെയ്തു. അപ്പൊ അതിന്റെ ടേം കണ്ടീഷൻ ഒക്കെ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് നോൺ വർക്കിംഗ് ഇൻകം കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്യൂയിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ അഗ്രി ചെയ്യുന്നു. അഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്. നമ്മൾ ആ ക്യൂയിലേക്ക് നമ്മുടെ സീനിയോറിറ്റി ആ ഒരു ഫാമിലി പാക്കേജിലേക്ക് എൻട്രി ആയി. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ വീണ്ടും കാണിക്കുന്നത് യു ആർ എ സ്മാർട്ട് SBO. അവർക്ക് ഇങ്ങനെ 3
രീതിയിൽ ഗോൾഡൻ പൂൾ, ഡയമണ്ട് പൂൾ, പ്ലാറ്റിനം പൂൾ ഇങ്ങനെ കാണിക്കും. ഇതാണ് അതിന്റെ ഒരു ഫാമിലി പാക്കേജ് ആക്ടിവേഷൻ ചെയ്യുന്ന വിധം. അപ്പോൾ ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചാൽ ആക്റ്റീവ് യൂസർ, പിന്നെ നമ്മൾ 3 ഒരുമിച്ച് വാങ്ങിച്ചാൽ ഫാമിലി യൂസർ ആകുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു പർച്ചേസ് മെത്തേഡ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പ്ലാനിലേക്ക് കടക്കാം.